മൊഗ്രാൽ നിവാസിയും ദുബായിലെ അറിയപ്പെടുന്ന കുക്കുമായ നമ്മളുടെയൊക്കെ പ്രിയങ്കരനുമായ മിസ്റ്റർ അബ്ബാസ് മൈമൂൻ നഗറുമായി വരാൻ അസ്സലാമു അലൈക്കും. നിങ്ങൾ എത്ര വർഷമായി ഈ വിദേശത്ത് ജോലി ചെയ്യുന്നത്? 22 വർഷമായി. ഇത് മുമ്പ് ദുബായ് UAE വരുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു? സൗദി അറേബ്യ. അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു? അവിടെ എന്തായിരുന്നു ജോലി? പാചകത്തിൽ തന്നെ. ഇവിടെ UAE വന്നിട്ട് എത്ര വർഷമായി ഏകദേശം? 8 വർഷമായി. UAE വന്നിട്ട് എത്ര വർഷമായി ഏകദേശം? 10 വർഷത്തിന്റെ അടുത്തായി. UAE ഏതൊക്കെ ഭാഗത്ത് നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്? ഞാൻ ഷാർജ, അബുദാബി, ദുബായ്, അൽഖൂസിൽ, എല്ലാ ഭാഗത്തും പാചകം തന്നെയായിരുന്നു, ഹോട്ടലിലൊക്കെ അല്ലെ? ഇപ്പോൾ എന്താണ് ഇവിടെ ചെയ്തത്? ഇപ്പോൾ ഞാൻ ഇവിടെ എവിടെയാണ് നടത്തുന്നത്? നേരയിൽ ചോയ്ത്രം സൂപ്പർ മാർക്കറ്റ് നാസർ സ്ക്വയറിൽ ചോയ്ത്ര സൂപ്പർ മാർക്കറ്റിന് മുകളിൽ ദുബായ് ടവറിൽ അല്ലേ? ദുബായ് ടവറിലെ 706 നമ്പർ റൂമിൽ ഞങ്ങൾ മെസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ. എങ്ങനെ എത്ര നാട്ടുകാർ തന്നെയാണോ ആരോ പറയുന്ന പുറം നാട്ടുകാർ നോർത്ത് ഇന്ത്യൻസും താങ്കളുടെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നുണ്ട്? നോർത്ത് ഇന്ത്യൻസിന്റെ ഡിഷസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാം അല്ലെ? നാട്ടിൽ പാചകരംഗത്താണുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അവിടെ നിർത്തിയിട്ട് ഇപ്പോൾ ഇവിടെ വന്നത് അല്ലേ? ഓക്കെ. നമ്മളിപ്പോൾ അബ്ബാസ് എൻ്റെ റൂമിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. റൂം നമ്പർ 706 ചോയ്ത്രാം സൂപ്പർ മാർക്കറ്റിന് മുകളിലുള്ള ദുബായ് ടവറിലെ 706 നമ്പർ നാസർ സ്ക്വയറിലുള്ള റൂമിലാണ് അദ്ദേഹം ഇപ്പോൾ മെസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അദ്ദേഹത്തിന്റെ പാചകശാലയിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും. മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ ബക്രീദ് ദിവസം ദുബായ് ടവർ 706 നമ്പർ റൂമിൽ മൊഗ്രാലിൽ അറിയപ്പെടുന്ന കുക്ക് മിസ്റ്റർ അബ്ബാസ് മൈമൂൻ നഗർ ഉണ്ടാക്കിയ ക്യാരറ്റ് ഹൽവ ഭക്ഷിച്ചതിനു ശേഷം പലരും അത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയെന്ന് അന്വേഷിക്കുകയുണ്ടായി. അവർക്ക് വേണ്ടി ദുബായിൽ അറിയപ്പെടുന്ന കുക്ക് മിസ്റ്റർ അബ്ബാസ് മൈമൂൻ നഗർ ഒരിക്കൽ കൂടി ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയെന്ന് പരിചയപ്പെടുത്തി തരും. അബ്ബാസ് ചാ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ക്യാരറ്റ് ഹൽവയാണ് അബ്ബാസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകർക്ക് വിവരിക്കാമോ? 1 കിലോ ക്യാരറ്റ്, 1/2 കിലോ പഞ്ചസാര, 100 ഗ്രാം അണ്ടിപ്പരിപ്പ്, 100 ഗ്രാം മുന്തിരി, 50 ഗ്രാം നെയ്യ്, 1 ലിറ്റർ പാൽ. ഈ ക്യാരറ്റ് ഹൽവക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി അത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണ് നമ്മുടെ കുക്കിനോട് നമ്മൾ ചോദിക്കും. ഇതെങ്ങനെയാണ് അബ്ബാസ് ഉണ്ടാക്കുന്നത്? ആദ്യമായി കടായി നെയ്യ് ഇടുക. ആദ്യത്തെ ഘടകമായ നെയ്യ് കടായി ഇട്ട് കഴിഞ്ഞു. അണ്ടിപ്പരിപ്പ് ഇടുക. ശേഷം മുന്തിരി ഇടുക. നന്നായി ഇളക്കി കൊടുക്കുക. അതിന്റെ ശേഷം ഈ മുന്തിരി ഒന്ന് വീർത്ത് വന്നതിന് ശേഷം ക്യാരറ്റ് ഇടുക. ഇത് ചെറുതായി ചേർത്ത് വെച്ച ക്യാരറ്റാണ്. അതിനുശേഷം പഞ്ചസാര ഇടുക. ഇപ്പോൾ തന്നെ ഒരു ഉപ്പിടുക. ഇത് നന്നായി ഒന്ന് ഇളക്കുക. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഒക്കെ ഇട്ട് ഇപ്പോൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞത് ആദ്യം അദ്ദേഹം അതിൽ നെയ്യ് ഇട്ടു, അതിനുശേഷം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ടു. ഉണക്കമുന്തിരി വീർത്ത് വന്നതിന് ശേഷം അതിലേക്ക് നേരത്തെ കരുതി വെച്ചിരുന്ന ചെറുതായി അരിഞ്ഞ 1 കിലോ ക്യാരറ്റ് അതിലിട്ട് ഇളക്കി. അതിനുശേഷം 1/2 കിലോ പഞ്ചസാരയും അതിന്റെ കൂടെ 1 നുള്ളു ഉപ്പും കൂടി ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് മറ്റും അവിടെ വെറുതെ ഈ വെള്ളം വെട്ടുന്നവരെ കാത്തു നിൽക്കുക. അതിനുശേഷമാണ് പാലൊഴിക്കാൻ പാടുള്ളൂ. നേരത്തെ പറഞ്ഞ ചേരുവകളൊക്കെ ഇട്ട് ഏകദേശം 15 മിനിറ്റോളം നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ചേരുവ ഇടുകയാണ്. എന്താണ് ഫസ്റ്റ് അടുത്ത ഇടാൻ പോകുന്നത്? അടുത്ത പാലാണ്.
ഞാൻ നേരത്തെ കരുതി വെച്ച പാല് 1 ലിറ്റർ ഉപയോഗിക്കുകയാണ്. 1 ലിറ്റർ പാല് ഈ പാകമായി കഴിഞ്ഞാൽ ക്യാരറ്റും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും പഞ്ചസാരയൊക്കെ ചേർന്ന മിശ്രിതത്തിലേക്ക് നേരത്തെ കരുതി വെച്ച 1 ലിറ്റർ പാല് അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി പാലിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു 10 മിനിറ്റ് ഇങ്ങനെ പാലിന്റെ ഇത് വെട്ടുന്ന വെട്ടോ ചെറിയ തീര വേവിക്കണം. ഈ മിശ്രിതത്തിലേക്ക് പാൽ ഒഴിച്ചതിന് ശേഷം അത് പാല് ആറുന്നത് വരെ 10 മിനിറ്റ് നമ്മൾ ഇളം തീയിലൊന്ന് കാത്തു നിൽക്കണമെന്നാണ് പറയുന്നത്. പാലിട്ടതിന് ശേഷം ഏകദേശം 15 മിനിറ്റോളം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഏകദേശം പാകമായിക്കൊണ്ട് വരികയാണ്. നല്ല അതിന്റെ ക്യാരറ്റ് ഹൽവയുടെ മണം നമുക്കിപ്പോൾ ആസ്വദിക്കാൻ കഴിയും. നല്ല കളറ് മാറില്ല. ഇത് കളറാണ് കാണുന്നത് അല്ലേ? കുറച്ചും കൂടി ആണ് ഇദ്ദേഹം പറയുന്നത്. ക്യാരറ്റിന്റെ കളറിന് കുറച്ചും കൂടി ബ്രൗൺ ആയാലാണ് അതിന്റെ നല്ല സ്വാദ് ഉണ്ടാവുക എന്നാണ് നമ്മുടെ അബ്ബാസ് പറയുന്നത്. കുറച്ചും കൂടി ഇളകി കഴിഞ്ഞാൽ, കുറച്ചും കൂടി ചൂടിട്ട് കഴിഞ്ഞാൽ അതിന്റെ ബ്രൗൺ നിറം വരും. വന്നു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായി എന്നാണ് പറയുന്നത്. വെള്ളം ഏകദേശം ലെവലായതിനു ശേഷം അത് നന്നായി ഇളക്കിക്കൊണ്ട് പോകണം. അതല്ലെങ്കിൽ അടി അതിന്റെ ടേസ്റ്റ് വ്യത്യാസം. ഇതിന്റെ പാലൊക്കെ വറ്റി പാകമാറാവുമ്പോൾ പിന്നെയും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിയില്ലെങ്കിൽ അത് കരിഞ്ഞ് ചിലപ്പോൾ അതിന്റെ ടേസ്റ്റ് വ്യത്യാസം വരാൻ സാധ്യത. അതുകൊണ്ട് വെള്ളം വറ്റിയതിനു ശേഷം ആരും വെറുതെ അത് കളർ മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാണ് അബ്ബാസ് പറയുന്നത്. ഇത് ഫുള്ള് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ അത് ഇറക്കി വെച്ച് ഏതെങ്കിലും ഉണക്ക പാത്രത്തിലിട്ട് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നീണ്ടു വരും. ആവശ്യമുണ്ടെങ്കിൽ ചൂടാക്കി തിന്നാൽ ഇത് തണുപ്പിച്ച് തിന്നാം. നമ്മുടെ ക്യാരറ്റ് ഹൽവ പാകമായി കഴിഞ്ഞ് ഇതിലേക്ക് ഇറക്കി വെക്കാം. ഹൽവ പാകമായി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതിനെ ഇറക്കി ക്യാരറ്റ് ഹൽവയുടെ എങ്ങനെ സ്വാധീനം നമുക്ക് നോക്കാം. ഞാൻ ക്യാരറ്റ് ഹൽവ കഴിക്കാറില്ല. അന്ന് പെരുന്നാളിനാണ് കഴിച്ചത്. നല്ല അതിനേക്കാളും ടേസ്റ്റുള്ള ഹൽവയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടതിന് നിങ്ങൾക്ക് തോന്നാം 1 കിലോ ക്യാരറ്റും കുറച്ച് പാലൊക്കെ വാങ്ങിച്ച് നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാം. എല്ലാവർക്കും ഉണ്ടാക്കാം. എളുപ്പം തന്നെയാണ്. പക്ഷെ ഈ കൈപ്പുണ്യം, ഈ സ്വാദും അത് നമ്മുടെ അബ്ബാസിന്റെ സ്പെഷ്യൽ തന്നെയാണ്. ഏതായാലും ഇനിയും ഇതുപോലെയൊക്കെ നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി നമ്മൾ പഠിപ്പിക്കാൻ അദ്ദേഹത്തിനാവട്ടെ എന്ന് ആശംസിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ കരിയറിന് എല്ലാവിധ ഭാവുകളും നമ്മൾ തരികയാണ്. ഇതൊന്ന് കഴിച്ചു നോക്ക്.